എന്താ അമ്മേ? എന്താ അവള് പറഞ്ഞത്? എന്നെ കിണറെന്ന് നിനക്ക് അറിയണം കേട്ടോ. ഇത് പുരുഷന്മാരെ അറിയേണ്ടത് ഞങ്ങൾ സ്ത്രീകൾ തമ്മിലുള്ള രഹസ്യമാണ്. എന്ന് പറഞ്ഞാൽ വയറ്റിൽ കിടക്കുന്ന ഞാൻ കൊറിയർ അയച്ചു കൊടുത്തേ ഇല്ലേ? നീ കൊറിയർ അയച്ചു തന്നേനോടെ? അന്നേരം പറഞ്ഞ കണ്ണു വിജയത്തോളം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞത്. അമ്മക്ക് അറിയാമത്തോണ്ടാ 24 മണിക്കൂർ ഇയാൾ എന്നെ കുറ്റപ്പെടുത്തും. പണ്ട് പോലെ അവൾക്ക് അവനെ അങ്ങനെ ശീലം. എന്തുവാ മുറ്റത്താ എടുക്കുന്നത്? അയ്യോ, ഇത് അതിനേക്കാളും വലിയ വള്ളി. മുറ്റത്ത് പെടുക്കുന്ന കാര്യമാണോ പറഞ്ഞത്? എന്നെ അങ്ങ് കുറ്റപ്പെടുത്തുമെന്ന്. എന്തിനാടാ നീ അവളെ കുറ്റപ്പെടുത്തുന്നത്? എങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കും? മിനിഞ്ഞാന്ന് വെളുപ്പിനെ ഇവളെന്റെ മൊബൈൽ എറിഞ്ഞ് പൊട്ടിച്ചപ്പോ എന്തിനാന്ന് ചോദിക്കും. എന്തിനാണ് നീ അവന്റെ മൊബൈൽ തല്ലി പൊട്ടിച്ചത്? എങ്ങനെ പൊട്ടിക്കായിരിക്കും? രാത്രി മുഴുവൻ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് വയറിന് വേദന വന്നപ്പോ ഞാൻ പറഞ്ഞു എന്റെ വയറൊന്ന് തടവി തരാൻ പറഞ്ഞമ്മേ. ഞാൻ തടവി കൊടുത്തു. നേരം വിളക്കത്തിന് വരെ തടവി കൊടുത്തമ്മേ. എന്നിട്ട് എന്തിനാണ് തല്ലി പൊട്ടിച്ചത്? മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്ന അവിടെ അടുത്ത് കിടന്ന തലേണിലിട്ട് തടങ്ങുമായിരുന്നു ഇയാള്. തലയിലിട്ടില്ല തടവിയത് ആണോ? നീ മിടിക്കുക. നീ ഞാൻ ആരെന്നുണ്ടെങ്കിൽ മൊബൈൽ അല്ല അവന്റെ തലയാണ് എറിഞ്ഞ് ഞാൻ പൊട്ടിച്ചാനേ. ഞാൻ എന്തോട് പോടി നീ? ഇവിടുന്ന് ഒരു കല്ലിളക്കി തരാം. അടിച്ചാ തല അങ്ങ് പൊട്ടിക്ക്. അത് ചുട്ടുവച്ചേക്കുന്ന കശുവണ്ടിയല്ല എന്റെ ചെറുക്കന. ഇത് പറയാൻ നിനക്ക് ഒരു കുരു ഇല്ല. നിനക്ക് അയ്യോ അയ്യോ ഞാനിപ്പോ പെറുമേ. എനിക്ക് വയ്യ. ഞാൻ കിടന്നങ്ങ് വലയും. ഞാൻ ഒരു കാര്യം പറഞ്ഞ എന്താ തപ്പോടാ നീ? പൊട്ടിക്കരുത്. അത് പൊട്ടിക്കരുതെന്നാ പറഞ്ഞത്. എന്തുവാ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ബോംബായിരിക്കും. അതാ പറഞ്ഞാന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. പെണ്ണ് പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ നീ ഗൾഫിന് പോക്കണം. പറഞ്ഞാൽ അവിടെ വയറ്റിൽ നിന്ന് വരുന്ന അറബിയാണ് എന്നെ കൊണ്ടുപോകാൻ. നീ മിണ്ടാതെ എന്റെ പൊന്നുമള. ഞാൻ പറയട്ടെ, ഡേറ്റ് എന്നാടാ? എല്ലാ ഡേറ്റ് ഇല്ലാത്തത്. ഡേറ്റ് എന്നാന്ന് എന്നാ ഡോക്ടറെ ഡേറ്റിന്റെ കാര്യം പറഞ്ഞേ? അയ്യോ, എനിക്ക് അറിയത്തില്ല അണ്ണാ. നമ്മളന്ന് പോയപ്പോ നിന്റെ ഒരു കൂട്ടുകാരനില്ലായിരുന്നു, സ്കൂളിൽ പഠിച്ചിട്ട് മണങ്ങം വന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു? അതെന്നായിരുന്നു? അത് 25-ാം തീയതി. ഭർത്താക്കന്മാരാകുമ്പോ ഇങ്ങനെ ചാടി കടിക്കരുത്. പ്രത്യേകിച്ച് ഒരു ഗർഭിണിയുടെ അടുത്ത് നമ്മള് സ്നേഹം കൊടുക്കണം. നീ കേട്ടിട്ടില്ലയോ? ഭാര്യമാർക്ക് ആ സ്നേഹം കൊടുക്കുമ്പോ പ്രസവവേദന അവരങ്ങ് മറക്കും. ലേബറിൽ കൊണ്ടുപോയിട്ട് കയറ്റുമ്പോ അണ്ണൻ വന്ന് എന്റെ കവളത്തൊരു ഉമ്മ തരുവാ അണ്ണ. എന്നാത്തിന്? എനിക്ക് വേദന അങ്ങ് മറക്കാനാ. അങ്ങനെ വേദന മറക്കാൻ വേണ്ടി ഞാൻ ആനന്ദനല്ല, അനശേഷിയല്ല. മര്യാദക്ക് ഇന്ന് എന്താ നാളാടാ? ഇന്ന് ഉത്രട്ടാതി പൂര 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 പൂരമല്ലോ. രേവതി. എന്ന് രേവതി നാളെ എന്തുവായാലും സാരമില്ല. ചില നാളുകൾ നല്ലതാണ്. നിങ്ങൾക്ക് നമ്മുടെ അച്ചാച്ചന്റെ നാളെന്തുവാന്നറിയാം? അച്ചാച്ചന്റെ നാളെന്താ? ഉത്രട്ടാതിയാ ഞങ്ങളുടെ അച്ചാച്ചന്റെ നാള്. ഇടി കൊച്ചേ, അമ്മായിയമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഉത്രട്ടാതി വള്ളംകളിയുടെ അന്ന് പമ്പയാറ്റി ആദ്യ തുഴ ഊന്നിയപ്പോഴാ ഇവന്റെ അച്ചാച്ചനുണ്ടായത്. പമ്പയാറ്റിലെ കോമളയായിരുന്നു എന്റെ അച്ഛൻ. അതുപോലത്തെ നല്ല നാളാണ്. അതുപോലത്തെ നല്ല നാളാ. ഇതിന്റെ ഒരാവശ്യവും ഇല്ലായിരുന്നു എന്റെ പൊന്നുവച്ച. ഇതിന്റെ ഒരാവശ്യവും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞ ഇത് ഞാൻ അങ്ങ് നോക്കിക്കോളാമെന്ന്. എന്താ പ്രസവം ഞാൻ എടുത്തേനല്ലോടാ. എന്റെ പൊന്നെ അമ്മച്ചി, ബാങ്കിൽ പോയി വിരൽ പതിപ്പിച്ച് 90 പൈസ എടുക്കുന്ന പോലെ അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാധനമല്ലത് പ്രസവം. അത് നിനക്ക് അറിയാത്തത് കൊണ്ടാ. എടി കൊച്ചാ, ഇപ്പോഴത്തെ കാലത്താ പെണ്ണുങ്ങൾ എന്തോ കാര്യത്തിന് അങ്ങോട്ട് ആശുപത്രി തല്ലുന്നത്. ഇതാകുമ്പം കുറെ പൈസ പൊടിക്കാം. ഏതാ സ്കാനിങ് കൂനിങ് മറ്റേതാ മറിച്ചത്. ഞങ്ങളുടെ കാലത്ത് ആഞ്ഞിലിച്ചക്ക തിന്നിട്ട് കുരു തുപ്പുന്നത് പോലെയുള്ളായിരുന്നു പ്രസവം. എന്നെ അങ്ങനെ തുപ്പി എടുത്താന്നോ? കൊച്ചേ, ഈ പ്രസവം എന്ന് പറയുന്ന ഒരു രോഗമല്ല, അതൊരവസ്ഥയാ. അങ്ങോട്ട് പറ. എങ്ങോട്ട് പറഞ്ഞാലും സാരമില്ല. ഇത് ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ രണ്ട് പാത്രം ആക്കിയത്. രണ്ട് പാത്രത്തിലാക്കാൻ വേണ്ടി. ഇതെന്റെ ഭാര്യ, ഇതെന്റെ കുഞ്ഞു അല്ല, കപ്പയും മീൻകറി അല്ല. രണ്ട് പാത്രത്തിലാക്കാൻ വേണ്ടി. കല്യാണം നിന്റെ നെളുപ്പ്. അത് ഈ രാധാമണിയെ നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. ഒരുമാതിരിപ്പെട്ട എല്ലാ പെണ്ണുങ്ങളുടെയും പേറ്റ് ഞാൻ നോക്കിയിട്ടുണ്ട്. മാത്രമല്ല ചോര കുഞ്ഞുങ്ങളെ എങ്ങനെ പരിചരിക്കണമെന്ന് ഈ രാധാമണിക്ക് വൃത്തിയായിട്ട് അറിയാം. അയ്യോ അയ്യോ, ഞാനിപ്പോ പെറുമേ. നിനക്കേ കഴിക്കാൻ വല്ലതും വേണോ നിനക്ക്? ഓ, എനിക്കൊന്നും വേണ്ട. വേദന 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 വേദന. എന്താടാ നിനക്ക്? എന്താ പോടാ നീ? എന്താ പോ നീ? വീട്ടിൽ നിന്ന് തിന്ന ചല്ലിയോടാ നീ വന്നത്. വീട്ടിൽ നിന്ന് തിന്ന ചല്ലിയ വന്നത്. എനിക്ക് വെച്ചത്തിരിക്കാം. എനിക്ക് വിശന്ന് കഴിക്കാൻ പറ്റും. എനിക്ക് കണ്ടു കാണത്തില്ല. എനിക്കറിയാം നിനക്ക് കണ്ണും കാണത്തില്ല, ഒന്നും കാണത്തില്ല. നിങ്ങൾ ചോറ് ഇച്ചിരി ആ കൊച്ചിന് ആശുപത്രി കൊണ്ടുപോകുമ്പോ ഇച്ചിരി കൊടുക്കാനുള്ള ചോറേ ഉള്ളൂ. എനിക്ക് വിശക്കുന്നത് എനിക്ക് ചോറ് തരാനാ പറഞ്ഞത്. ജമ എടുത്തങ്ങ് കൊടുക്ക്. അങ്ങനെ കുറച്ചു നേരം ഉണ്ടായിരിക്കുമല്ലോ. കൊടുക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ എനിക്ക് സമാധാനം ഉണ്ടോ? സന്ധിക്ക് അഹങ്കാരി വെള്ളം തോട്ട് കിടക്കുന്നത് കോഴിക്കുടി. ആ മീൻ വായിക്കാത്ത കയറാൻ കുടിക്കാനായിരുന്നു.
അമ്മ എനിക്കൊരു തമ്മ കപ്പലിന്റെ ഇത് കപ്പലിന്റെ അല്ല, നീ ഇത് അയൺ ഗുളികയാണ്. അയൺ ഗുളിക അതെന്തിനാ? എടാ പെണ്ണിന്റെ ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം ഉണ്ടാവാൻ അയൺ ഗുളിക. അതെന്തിനാടി? വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് വന്ന പൊന്നിന്റെ അംശമോ എന്റെ ശരീരത്തില്ല, കുറച്ച് ഇരുമ്പിന്റെ അംശമെങ്കിലും എന്റെ കുഞ്ഞിനുണ്ടായിക്കോട്ടെ. ഞാൻ ഇവിടെ ഇരിക്കെ, വേദന ഇപ്പൊ കുറവുണ്ട്. ആ ഇപ്പൊ ഇച്ചിരി ആശ്വാസം, നമുക്ക് പോകാം. ഒരു തച്ചിന് അവിടെ നിന്ന് ഇങ്ങോട്ടോ, ഒരു തച്ചിന് ഇവിടെ നിന്ന് അങ്ങോട്ടോ എന്നെ ഇട്ട് തലക്കാനെ കൊണ്ട് ഇതിന്റെയൊക്കെ ഇടയിൽ എന്റെ തല അങ്ങ് പോയാൽ മതിയായിരുന്നു. എന്റെ ദൈവം എന്നാ കുടിയടാ. അച്ഛനെ കണ്ടില്ല, ഒരു കാര്യം ചെയ്യാം, അച്ഛൻ വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓട്ടെ തിരിച്ചങ്ങ് പോകാം. അച്ഛൻ വരും. എന്റെ കൊച്ചിന്റെ 1ാമത്തെ ബർത്ത്ഡേ നടന്നു. നീ കുറ്റം പറയില്ല കേട്ടോ, ഗർഭിണിയാ ഞാൻ നോക്കത്തില്ല. അമ്മച്ചേ എന്തുവാടാ? കുറച്ചു നേരം വീട്ടിൽ കിടക്കട്ടെ. കിടക്ക്. അത് കൊള്ളാം, ഞങ്ങൾ 2 പെണ്ണുങ്ങൾ ഇരിക്കുമ്പോഴാണ് നീ മലക്കാൻ പോകുന്നത്. എനിക്ക് കിടന്ന് ഉറങ്ങണം, എനിക്ക് തിന്നു കഴിഞ്ഞാൽ ഉറക്കം വരും, എനിക്ക് ഉറങ്ങണം കിടന്ന് എനിക്ക്. ഞങ്ങളെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാലും ഇവിടെ കാര്യം അങ്ങ് പൊട്ടത്ത് നോക്കാം. ഞാനോ പിന്നെ നിങ്ങളെ തട്ടിക്കൊണ്ട് വരാൻ ആരിലും വരുന്നത് എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ മതി, ഞാൻ വെരട്ടി ഓടിക്കാൻ. ഞാൻ കുറച്ചു നേരം ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോകാൻ പറ്റും. ആ ഗ്യാസിന്റെ അങ്ങണ്ടായിരുന്നു വെച്ചാൽ നീ കിടന്ന് വെപ്രാളപ്പെട്ടത്. എനിക്കിപ്പോ നല്ല ആശ്വാസം, നമുക്ക് വീട്ടിൽ പോകാമേ. എനിക്ക് അങ്ങോട്ട് നോക്കട്ടെ, 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. നരക്കല്ലേ എനിക്ക് ഉറക്കം വരുന്നു. ഓ ഉത്തരവേ, കാര്യമുണ്ടായിരുന്നു. ഒരു കാര്യമില്ല. എന്നോടാന്നോടി പറയുന്നത്? ഞാൻ നേരെ പറഞ്ഞാ എനിക്ക് ആ സീരിയൽ കാണരുതായിരുന്നോടി. അയ്യോ അയ്യോ തുടങ്ങിയ കൊച്ചേ വേദന. അയ്യോ അയ്യോ, അയ്യോ ഇത് അണ്ണൻ. വയ്യ. നോക്കി നിൽക്കാതെ ഓടാ വിളിക്കണല്ലേ. എന്താണ്ടാ? അണ്ണാ. അവന് വായിക്കാത്ത തോർത്തൊന്ന് കേട്ട് ഞാൻ മിണ്ടട്ടെ. ഹലോ ഹലോ കുട്ടൻചേട്ടാ, പെട്ടെന്ന് ഓട്ടോമായിട്ട് ഇങ്ങോട്ട് വായോ, എനിക്ക് വയ്യായേ. എന്റെ മരുമോള് പ്രസവിച്ചോടി. ഇല്ല, നമ്മുടെ മോനിപ്പോ വെറും എന്തുവാ കൊച്ചിന് പേരിടുന്നേ? ഒരു പുഴുങ്ങിയ തന്ന കൊച്ചിന്റെ പേര് ജാസ്ട്രബിൾ വെച്ചിട്ട് പോവുക. അയ്യോ അയ്യോ എന്താടാ? ഞാനിപ്പോ ചാവുമേ. അണ്ണാ. ആ